ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ UDF. എക്സിറ്റ് പോൾ ഫലങ്ങൾ കണക്കിലെടുക്കാതെ LDF. എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരായത് ഇടതുമുന്നണി നേതൃത്വത്തെ നിരാശരാക്കിയിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കണക്കിലെടുക്കുന്നില്ലെന്നും മുന്നണി തുടർഭരണം നേടും എന്നുമാണ് നേതാക്കളുടെ പ്രതീക്ഷ. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വിജയം പ്രവചിച്ചതോടെ സംസ്ഥാനത്ത് ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. പുറത്തുവന്ന 9 സർവേ ഫലങ്ങളിൽ 5ലും NDA സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് BJPയുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടുത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ട്. അതേസമയം പുറത്തുനിന്നും വൈദ്യുതിയും വേനൽ മഴയും ലഭിക്കുന്നതോടെ ലോഡ് ഷെഡിംഗ് വേണ്ടിവരുന്നില്ലെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. ബംഗളൂരുവിൽ ചുറ്റുമതിലിടിഞ്ഞു വീടുണ്ടായ അപകടം. 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ബംഗളൂരുവിൽ ശക്തമായ മഴയെ തുടർന്ന് ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എറണാകുളം രാമമംഗലം സ്വദേശികളായ ലതയും സ്മിതയുമാണ് ഇന്നലെ മരിച്ചത്. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. പരിക്കേറ്റ 3 മലയാളികളുടെ ഉൾപ്പെടെ നില മെച്ചപ്പെട്ടു എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. അപകടത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. തിരിച്ചറിയുവാൻ കഷ്ടപ്പെടേണ്ട ആപ്പുകളുടെ ഐക്കൺ ഡിസൈനിൽ മാറ്റം വരുത്തുവാൻ ഗൂഗിളിന്റെ 5ഓളം ആപ്പുകളുടെ ഐക്കണുകളുടെ ഡിസൈൻ മാറ്റത്തിനൊരുങ്ങുന്നു. ഗ്രേഡിയന്റ് ശൈലിയിൽ നിന്നും മാറ്റം വരുത്തുവാനാണ് ഗൂഗിളിന്റെ പുതിയ നീക്കം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചറുകളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് മാറ്റം കൊണ്ടുവരുന്നത് എന്നാണ് റിപ്പോർട്ട്. പുതിയ മാറ്റം ഉടനെത്തും. നീല, മഞ്ഞ, പച്ച, ചുവപ്പ് എന്നീ 4 നിറങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നേരത്തെ ഗൂഗിൾ എല്ലാ ആപ്പുകളുടെയും ഐക്കണുകൾ മാറ്റിയിരുന്നു. കരിപ്പൂരിൽ യുവാവ് മരിച്ചത് സൂര്യാഘാതമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ചത് പുളിയംപറമ്പ് സ്വദേശി സൈനുൽ ആബിദ്. മലപ്പുറം കരിപ്പൂരിൽ യുവാവ് മരിച്ചത് സൂര്യാഘാതമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കരിപ്പൂർ പുളിയംപറമ്പ് സ്വദേശി സൈനുൽ ആബിദാണ് മരിച്ചത്. രാവിലെ കുഴഞ്ഞു വീണ സൈനുൽ ആബിദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കുവാനായില്ല. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. എക്സിറ്റ് പോൾ മാത്രമാണ്, അവസാന വാക്കല്ല ബിനോയ് വിശ്വം. എക്സിറ്റ് പോൾ മാത്രമാണെന്നും അവസാന വാക്കല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖവിലക്കെടുക്കേണ്ടത് ജനങ്ങളെയാണെന്നും ലവലേശം കുറയാതെ ഞങ്ങൾ എപ്പോഴും ആ പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇറാനെതിരെയുള്ള നാവിക ഉപരോധമാണ് ഫലപ്രദമെന്ന് ട്രംപ്. ഉപരോധം തുടർന്നാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാനെതിരെയുള്ള നാവിക ഉപരോധമാണ് നേരിട്ടുള്ള സൈനിക നടപടിയേക്കാൾ ഫലപ്രദമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ വിഷയത്തിൽ ഇറാനിൽ നിന്നും ഉറപ്പ് ലഭിക്കാതെ ഉപരോധം പിൻവലിക്കില്ലെന്നും ട്രംപ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.